പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളുള്ള ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൽ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ഓതേണ്ട സൂറത്തും ആയത്തും ദിക്റും തസ്ബീഹും അതുപോലെ തന്നെ സ്വലാത്തൊക്കെ പറഞ്ഞു. പലരും ചോദിച്ചു, ഉസ്താദ് ഈ മാസം ഏത് ഇസ്മാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകൾ, ആ ഇസ്മുകൾ നമ്മളൊക്കെ പറയുന്നവരാണ്. ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഇസ്മ ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. കൂട്ടത്തിൽ ആ ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവും അതോടൊപ്പം തന്നെ ഏകദേശം 15ഓളം വമ്പൻ പ്രതിഫലങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ്, വലിയ അത്ഭുതപ്പെടുത്തുന്ന മാന്ത്രിക നേട്ടങ്ങളാണ് അള്ളാഹു നമുക്ക് തരുന്നത് ഈ മാസത്തെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ. 15ഓളം വലിയ നേട്ടങ്ങൾ. എങ്ങനെയാണ് ആദരിക്കേണ്ടത്? ഈ മാസത്തെ ആദരിച്ചാൽ കിട്ടുന്ന 15 മാന്ത്രിക നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ? അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരെ, വാപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടുന്ന നല്ല അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിലൊക്കെ നമ്മൾ പഠിച്ചത്. ഓതേണ്ട സൂറത്ത് ഏതാണ്, ചൊല്ലേണ്ട ആയത്ത് ഏതാണ്, പറയേണ്ട ദിക്ർ ഏതാണ്, നമ്മൾ സ്ഥിരമാക്കേണ്ട സ്വലാത്ത് ഏതാണ് എന്നൊക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പഠിച്ചതാണ്. അതുപോലെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പലർക്കും. അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ള 2 വീഡിയോകൾ നമ്മൾ കഴിഞ്ഞ ശനി ഞായറൊക്കെ ആയിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാ. ഇനി ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ നമുക്ക് എന്താണ് നേട്ടം? അള്ളാഹു നമുക്ക് എന്താണ് തരുക? അതൊന്നും അറിയണമല്ലോ. ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ചു, ആദരിച്ചു. എങ്ങനെയൊക്കെ? ദിക്റുകൾ പറയണം, സ്വലാത്തുകൾ പറയണം, അതുപോലെ തന്നെ രോഗ സന്ദർശനം നടത്തണം, അതുപോലെ തന്നെ ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുന്നിട്ടിറങ്ങി ചെയ്യണം. പിന്നെയോ പറ്റുന്നവരൊക്കെ നോമ്പ് പിടിക്കണം, നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കണം. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ ജാഗ്രത വേണം. പിന്നെയോ തിങ്കളാഴ്ച, വ്യാഴാഴ്ചയൊക്കെ പറ്റുന്നതുപോലെ എല്ലാവരും നോമ്പ് പിടിക്കുക. അതല്ലെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ എന്തായാലും പറ്റും പോലെ നോമ്പ് പിടിച്ചിരിക്കുക. പിന്നെ ഇസ്തിഗ്ഫാർ ധാരാളമായി പറയുക, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, സുന്നത്തായ അമലുകൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്. ആയിക്കോട്ടെ, ബഹുമാനിച്ചു, ആദരിച്ചു. ഇനി എന്താണ് ഇതുകൊണ്ട് നേട്ടം? അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച 4 മാസങ്ങളുണ്ട്. 12 മാസത്തിൽ 4 മാസം അള്ളാഹു പ്രത്യേകമായി ആദരിച്ച മാസമാണ്. ഒന്ന് റജബ് മാസം, അതുപോലെ വിശുദ്ധമായ ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം. അപ്പോൾ ഈ മാസങ്ങളിലൊക്കെ വെച്ച് അള്ളാഹു തആല ബഹുമാനം ഒരല്പം കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അള്ളാഹു തആല ഹജ്ജ് കൊണ്ട്, ഉദ്ഹിയ്യത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച മാസമാണ് ദുൽഹിജ്ജ മാസം. അപ്പോൾ ഈ അള്ളാഹു തആല ആദരിച്ച, ബഹുമാനിച്ച ഈ മാസത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ അവരുടെ ഉന്യ എന്ന് പറയുന്ന കിതാബിൽ കൊണ്ടുവരുന്ന ഒരു 10 കാര്യങ്ങളുണ്ട്, 10 പ്രതിഫലങ്ങളുണ്ട്, 10 നേട്ടങ്ങൾ. ഒന്നാമത്തേത് അൽ ബർക്കത്തു ഫിൽ ഉംർ. അൽ ബർക്കത്തു ഫിൽ ഉംർ, അല്ലാഹു തആല നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് തരുമെന്നാണ്. ഈ ആയുസ്സിൽ ബർക്കത്ത് തരുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അസുഖങ്ങൾ, അല്ലെ, മരുന്നില്ലാത്ത രോഗങ്ങൾ, അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും അതിൽ ഒരു ഷിഫാ കിട്ടുന്നില്ല, അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ, മോചനം കിട്ടാൻ അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച ഈ മാസത്തെ നമ്മളും ആദരിക്കുക, ബഹുമാനിക്കുക. ആയുസ്സിൽ അള്ളാഹു തആല ബർക്കത്ത് തരും, ആരോഗ്യം തരും. അതുപോലെ ഇനി ഇപ്പോൾ കുറച്ച് നാളെ താമസിക്കാൻ, കുറച്ച് നാളെ ജീവിക്കാനുള്ള തീരുമാനം അള്ളാഹു നമുക്ക് തരുന്നുള്ളൂ എങ്കിൽ ആ കുറച്ച് കാലം തന്നെ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനും അള്ളാഹു തആല തൗഫീഖ് തരും. രോഗിയായി ഇങ്ങനെ കിടന്നു പോകുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അൽ ബർക്കത്തു ഫിൽ ഉംർ, ഇതാണ് ഒന്നാമത്തെ നമുക്ക് കിട്ടുന്ന നേട്ടം. ഇനി 2, അസിയാദത്തു ഫിൽ മാൽ, സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്ത്, വർധനവ് തരുമെന്നാണ്.
സമ്പത്തിൽ വർധനവ് തരുമെന്നാണ്. അള്ളാഹുവേ, എത്രയോ നേട്ടമാണ് സമ്പത്തിൽ വർധനവ് തരുക, അല്ലെ? ഒരുപാട് കാശുണ്ടാകുമെന്നല്ല, നമുക്ക് വേണ്ട, നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല ഒരു സമ്പത്ത് അല്ലാഹു തആല നമുക്ക് തരുമെന്നാണ്. മൂന്നാമത്തേത് അൽ ഹിഫ്ദു ഫിൽ ഇയാൽ, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു തആല സംരക്ഷണം കൊടുക്കുമെന്നാണ്. നമ്മുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം, കുടുംബാദികളിൽ ഒരു സംരക്ഷണം ഉണ്ടാകും. മക്കൾ പുറത്തു പോകുന്നവരാണ്, അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ വീട്ടിലേക്ക് വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ തെരുവ് നായ ഓടിച്ചിട്ട് കടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു കാലമാണ്. ഈ അടുത്ത് നിങ്ങൾ വായിച്ചല്ലോ, വീട്ടിൽ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുന്ന കുട്ടിയെ തെരുവ് നായ കടിച്ചു കയറിയെന്നാണ്. എങ്ങനെയാ കയറിയത്? ഗേറ്റിൻ്റെ താഴെക്കൂടെ നൂണ്ട് ഉള്ളിൽ വന്ന് ഫ്രണ്ട് ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുകയാണ്. പുറകിലൂടെ ചെന്ന്, അത് ഏതോ ഒരു മനുഷ്യൻ ചെല്ലുന്നത് പോലെയാണ്, പുറകിലൂടെ ചെന്ന് അല്പം തുറന്നു കിടക്കുന്ന അടുക്കള വാതിൽ അത് തലകൊണ്ട് തുറന്ന് ഉള്ളിലേക്ക് കയറി നേരെ ഈ കുട്ടി കിടക്കുന്ന റൂമിൽ ചെന്ന് കുട്ടിയെ കടിച്ചു പറിച്ചു എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനൊക്കെ ഈ മാസത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 വതക്ഫീറു സയ്യിആത്ത്, ചെയ്തു പോയത് ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ഒരുപാട് അബദ്ധങ്ങളുണ്ടല്ലോ, ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായൊക്കെ ചെയ്തു പോയ മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമെന്നാണ്. 5-മത്തേത് വയുളാഅഫുൽ ഹസനാത്ത്, അല്ലാഹു തആല നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഇരട്ടി പ്രതിഫലമായിട്ട് സ്വീകരിക്കുമെന്നാണ്. 70, 700, 7000 ഇരട്ടിയായിട്ടൊക്കെ അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കും ഈ മാസത്തെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ. 6-മത്തേത് അത്തസ്ഹീലു സകറാത്ത്, അല്ലെ? സകറാത്തുൽ മൗത്ത്, നമ്മുടെ മരണം അല്ലാഹു തആല എളുപ്പമാക്കി തരുമെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ സമയത്ത് പറഞ്ഞു പോയല്ലോ, എന്ത്? മരണത്തിന് നല്ല വേദനയുണ്ട്. മുത്തു റസൂല് പോലും പറഞ്ഞെങ്കിൽ പാപികളായ ദോഷികളായ എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവേ, ഈ മോശപ്പെട്ട ആളുകളുടെ റൂഹിനെ അല്ലാഹു തആല പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്തിൽ ഒരു നനഞ്ഞ തുണി എങ്ങനെയാണോ വലിച്ചെടുക്കുന്നത് അതുപോലെയായിരിക്കുമെന്നാണ്. ഉണങ്ങിയ തുണിയാണെങ്കിൽ വേഗത്തിൽ പോരും, ഇത് നനഞ്ഞു കുതിർന്ന തുണി മുള്ളുകൾ കിടക്കുന്ന സ്ഥലത്തിൽ നിന്നും എടുക്കുമ്പോൾ അത് കീറിപ്പോകും എന്നതുപോലെ വല്ലാത്ത ബേജാറും വെപ്രാളവും വേദനയൊക്കെ ആയിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയോ നല്ല മനുഷ്യന്മാരാണെങ്കിലോ വെണ്ണയിൽ നിന്നും ഇങ്ങനെ ഒരു നൂല് വലിച്ചെടുക്കുന്നത് പോലെ ആയിരിക്കും. അങ്ങനത്തെ ഒരു തോന്നലായിരിക്കും നല്ല ആളുകളുടെ റൂഹിനെ പിടിക്കുമ്പോൾ ഉണ്ടാവുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. 7-മത്തേത് അൽലിയാഉ ഫീ ദുലുമാത്തിൽ ഖബർ, ഖബറിന്റെ ഇരുട്ടിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാനാ. അല്ലാഹുവേ, ഒരുപാട് പുഴുക്കളും ഒരുപാട് ഇഴജന്തുക്കളും പാമ്പുകളൊക്കെ കാത്തിരിക്കുന്ന ഖബർ, ആ ഖബറാകുന്ന ലോകത്ത് ഞാനും നിങ്ങളൊക്കെ പോകേണ്ടവരല്ലയോ? എൻ്റെ ഉമ്മച്ചിമാരെ, വാപ്പമാരെ, പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണേ. സൂറത്തുൽ മുൽക്ക് ഓതാൻ വിട്ടുപോകരുതേ. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതണേ. സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തവരാണെങ്കിൽ, നമ്മൾ അബദ്ധങ്ങൾ ചെയ്തവരാണെങ്കിൽ നമ്മൾക്ക് മേൽ ഇറക്കുന്ന ശിക്ഷ അത് ഉയർത്താൻ ഈ സൂറത്തുൽ മുൽക്ക് മലക്കുകളോട് തർക്കിച്ച് ആ ശിക്ഷ ഖബറിൽ നിന്നും, നമ്മുടെ ഖബറിൽ നിന്നും അല്ലാഹുവേ ഉയർത്തിക്കളയുന്നതാണ്. അത്രമാത്രം പവറുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഓതണേ ഈ വിശുദ്ധമായ മാസത്തിൽ. 8-മത്തെ പ്രതിഫലം അത്തസ്കീലു ഫിൽ മീസാൻ, മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ ധാരാളമായിട്ട് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മച്ചിമാരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാപ്പമാര് പറയുമോ? പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ്. പ്രത്യേകിച്ച് മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴുന്നതാണ് ഈ ദിക്റിന്റെ കാരണം കൊണ്ട്. 9-മത്തേത് നരകത്തിന്റെ തീജ്വാലകളിൽ നിന്നും, നരകത്തിന്റെ ചൂടിൽ നിന്നും വലിയ കാവൽ അല്ലാഹു തആല തരുന്നതാണ്. അല്ലാഹുവേ, നരകം അല്ലാഹുവേ കാക്കണേ അല്ലാഹ്.
ഇനിയോ 10ാമത്തേത് സുഊദു ഫീ ദറജാത്തിൽ ജന്ന, സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട്. ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, ജന്നത്തുൻ നഈമുണ്ട്, ജന്നത്തുൽ ഖുൽദുണ്ട്, ജന്നത്തുൽ ബാബുണ്ട്, ജന്നത്തുൽ സലാമുണ്ട്. ഇങ്ങനെ ഒരുപാട് ദറജകളുണ്ട്. 7 ദറജയുണ്ട്. ആ ദറജകളിൽ ഏറ്റവും ഉന്നതമായ ദറജയാണ് ജന്നത്തുൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ഈ മാസത്തെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ. ഇതല്ലാതെയും ഒരുപാട് നേട്ടങ്ങൾ മഹാന്മാർ പറയുന്നു. നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും ഈ മാസത്തെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ. നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാവാനും, നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി, ദാരിദ്ര്യം മാറി, ബുദ്ധിമുട്ടുകൾ മാറി, എല്ലാവിധ നന്മയുണ്ടാവാനും, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനും, ഈമാനോടുകൂടിയുള്ള മരണമുണ്ടാവാനൊക്കെ അങ്ങനെ ഒരുപാട് ഏകദേശം 10-15ഓളം നേട്ടങ്ങൾ ഈ മാസത്തെ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച, ഈ മാസത്തെ നമ്മൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ നമുക്ക് കിട്ടുമെന്നെല്ലാം മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക. കൂട്ടത്തിൽ ഈ മാസത്തെ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മുണ്ട് അള്ളാഹുവിൻ്റെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി ഒരുപാട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരും സലഫു സ്വാലിഹീങ്ങളും എല്ലാവരും അധികരിപ്പിച്ചിട്ടുള്ള ഒരു ഇസ്മാണ്. ഏതാണത്? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എന്നെന്നും അവശേഷിച്ചിരിക്കുന്നവനായ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദിക്ർ, ഈ അള്ളാഹുവിൻ്റെ പേരുകൾ പറയാൻ മറക്കരുതേ. നമസ്കാരങ്ങൾക്ക് ശേഷം കുറഞ്ഞതൊരു 3 വട്ടമെങ്കിലും, അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് ഒരു 11 വട്ടമോ അല്ലെങ്കിൽ 3 വട്ടമോ 5 പ്രാവശ്യമോ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അപ്പോൾ ഏതാണ് ആ ഇസ്മ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. വളരെ എളുപ്പമാണിത് പറയാൻ. കൂട്ടത്തിൽ എല്ലാ ദിവസവും മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതാൻ വിട്ടുപോകണ്ട. അതുപോലെ തന്നെ ഉളഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക, പിണക്കങ്ങൾ മാറ്റുക. ഈ മാസത്തിൽ ഇങ്ങനെ പിണങ്ങി നിൽക്കേണ്ട മാസമൊന്നുമല്ല. പിണക്കങ്ങൾ മാറ്റുക, വഴക്കുകൾ മാറ്റുക, അല്ലെ, എല്ലാം മാറ്റി സന്തോഷത്തോടു കൂടിയുള്ള, പരദൂഷണം വേണ്ട, ഏഷണി പറയേണ്ട, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, നന്മകൾ ചെയ്യുക. ആരെയും നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ വരുത്തരുത്. അങ്ങനെ നമ്മുടെ സംസാരം സൂക്ഷിക്കുക, പെരുമാറ്റം സൂക്ഷിക്കുക, കണ്ണിനെ സൂക്ഷിക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ ചെയ്താൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുനിയാവിലും വിജയിക്കാം, നാളെ ആഖിറത്തിലും വിജയിക്കാൻ പറ്റുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നല്ലവരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞു മരിക്കാനുള്ള അവസരവും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രധാനിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പറയാം. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.